2024 സംശയത്തിന്റെ പേരിൽ ഒരു അരുംകൊലയും കൊല്ലത്ത് നടന്നു. ചെമ്മാമുക്കിൽ ഭാര്യയെ ഭർത്താവ് നടു റോഡിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തി. കൊട്ടിയം തഴുത്തലത്തുണ്ടിൽ മേലേതിൽ വീട്ടിൽ അനിലയെയാണ് ഭർത്താവ് പത്മരാജൻ കൊലപ്പെടുത്തിയത്. ശേഷം പത്മരാജൻ കൊല്ലം ഈസ്റ്റ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അനിലയുടെ സുഹൃത്ത് ഹനീഷിനെയും കൊല്ലാനായിരുന്നു പദ്ധതി. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന തന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പത്മരാജൻ പോലീസിന് നൽകിയ മൊഴി. ഭാര്യ അനിലയും ഹനീഷും ചേർന്ന് ബേക്കറി തുടങ്ങിയത് ഇഷ്ടപ്പെട്ടില്ല. ഇരുവരെയും കൊല്ലാനായിരുന്നു പദ്ധതിയിട്ടത്. അനില ഒരു മാസം മുമ്പ് സുഹൃത്തായ അനീഷിനൊപ്പം ആശ്രാമത്ത് സ്വകാര്യ ആശുപത്രിക്ക് സമീപം ബേക്കറി ആരംഭിച്ചിരുന്നു. പത്മരാജനിൽ നിന്ന് 1.5 ലക്ഷം രൂപ കടം വാങ്ങിയാണ് കട തുടങ്ങിയത്. പത്മരാജന് ബേക്കറി തുടങ്ങുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. മാത്രമല്ല, ഇടയ്ക്കിടെ ഹനീഷ് കടയിൽ വരുന്നതും പത്മരാജൻ വിലക്കി. ഇതിനിടെ അനില കൊല്ലം നഗരത്തിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. ഇതും വൈരാഗ്യത്തിന് ഇടയാക്കി. ഹനീഷിനെയും അനിലയെയും ഒരുമിച്ച് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. ഇതിനായി കൊട്ടിയത്ത് നിന്ന് പെട്രോൾ വാങ്ങി കാർ വിശ്വസിച്ചു. രാത്രി അനില കടപൂട്ടി മറ്റൊരു കാറിൽ കയറി. ഒപ്പം കടയിലെ ജീവനക്കാരൻ സോണിയും കയറി. എന്നാൽ പത്മരാജൻ കരുതിയത് അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷ് ആണെന്നാണ്. കാറിനെ പിന്തുടർന്ന ചെമ്മാമുക്കിലെത്തിയ ശേഷം കാർ ഇടിച്ചു നിർത്തി. ശേഷം കയ്യിലുണ്ടായിരുന്ന പെട്രോൾ അനിലയുടെ ദേഹത്തേക്കൊഴിച്ച തീ കൊളുത്തി. അനില സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ശേഷം പത്മരാജൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. അനിലയ്ക്കും പത്മരാജനും ഒരു മകൾ മാത്രമാണുള്ളത്. സ്റ്റേഷനിൽ കീഴടങ്ങിയ പത്മരാജനെ റിമാൻഡ് ചെയ്തു. ഇരുവരെയും കൊല്ലാനായിരുന്നു പത്മരാജന്റെ തീരുമാനം. ഇതനുസരിച്ച പത്മരാജൻ ആസൂത്രണങ്ങൾ നടത്തി. കഴിഞ്ഞ 2 ദിവസവും അനിലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്നത് ഹനീഷായിരുന്നു. എന്നാൽ സംഭവ ദിവസം കാറിലുണ്ടായിരുന്നത് ബേക്കറിയിലെ ജീവനക്കാരൻ. ഹനീഷാണെന്ന് കരുതിയാണ് പത്മരാജൻ പെട്രോൾ ഒഴിച്ചതും തീ കൊളുത്തിയതും. പെട്രോൾ വാങ്ങിയ സ്ഥലത്തും സംഭവം നടന്ന സ്ഥലത്തും പത്മരാജനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ജോസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.